അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ യുവപ്രതിഭകളായ ജയ്സ്വാളും ഗില്ലും കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ ശ്രദ്ധാകേന്ദ്രമായത് ഒരുമിച്ച് നേടിയ റൺസുകളാലോ വമ്പൻ വിജയത്തിന് ശില്പികളായതുകൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് ഒരു നിർഭാഗ്യകരമായ റണ്ണൌട്ടിന്റെ പേരിലായിരുന്നു. ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ റണ്ണൌട്ട് ജയ്സ്വാളിന് നഷ്ടമാക്കിയത് ഒരു അഭിമാനകരമായ ഡബിൾ സെഞ്ചുറി ആണെങ്കിൽ ഗില്ലിന് സമ്മാനിച്ചത് ആരാധകരുടെ കടുത്ത വിമർശനവും സ്വാർത്ഥൻ എന്ന പേരുദോഷവുമാണ്. ഈ സംഭവം കേവലം ഒരു മത്സരത്തിലെ പിഴവായി ഒതുങ്ങാതെ രണ്ട് യുവതാരങ്ങളുടെ മനോഭാവത്തെയും ടീമിലെ സൗഹൃദത്തെയും ആരാധകരുടെ വികാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ചർച്ചാവിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കരിയറിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറിയിലേക്ക് വെറും 25 റൺസ് മാത്രം അകലെ നിൽക്കുകയായിരുന്നു ജയ്സ്വാൾ. 258 പന്തുകൾ നേരിട്ട് 22 ബൗണ്ടറികളോടെ 175 റൺസുമായി അദ്ദേഹം ഗ്രീസിൽ ഉറച്ചു നിന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവിക്കൊരു വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു. രണ്ടാം ദിവസത്തെ കളി ആരംഭിച്ച് അധികം വൈകാതെ പേസർ ജെയ്ഡൻ സീൽസിന്റെ രണ്ടാം ഓവറിലാണ് ക്രിക്കറ്റ് ആരാധകരെ നിരാശയിലാഴ്ത്തിയ ആ നിമിഷം പിറന്നത്. സീൽസിന്റെ ഫുൾ ലെങ്ത് ബോൾ മിഡ് ഓഫിലേക്ക് ഡ്രൈവ് ചെയ്ത ജയ്സ്വാൾ ഒരു സിംഗിളിനായി അതിവേഗം ഓട്ടം തുടങ്ങി. ഉയർന്ന സ്കോറിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാന്റെ സ്വാഭാവികമായ പ്രതികരണമായിരുന്നു അത്. എന്നാൽ നോൺ സ്ട്രൈക്കർ എൻഡിൽ ഉണ്ടായിരുന്ന ഗിൽ മിഡ് ഓഫിൽ ഫീൽഡർ നിലയിൽ ഉറപ്പിച്ച് കണ്ടതോടെ ഓടുന്നതിൽ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചു. റിസ്കി സിംഗിൾ ആയിരുന്നെങ്കിലും കോൾ നൽകിയത് ജയ്സ്വാൾ ആയിരുന്നു. നിർഭാഗ്യവശാൽ ഈ സമയത്തിനുള്ളിൽ ജയ്സ്വാൾ ഗ്രീസിന്റെ പകുതിയോളം പിന്നിട്ടിരുന്നു. ഗില്ലിന്റെ പ്രതികരണം ഇല്ലായ്മ കണ്ട ജയ്സ്വാൾ അപകടം മനസ്സിലാക്കി തിരികെ ഓടിയെങ്കിലും സമയം വൈകിപ്പോയിരുന്നു. ഫീൽഡറുടെ കൃത്യതയാർന്ന ത്രോയിൽ വിക്കറ്റ് കീപ്പർ ടെവിൽ ഇംലാക് സ്റ്റംപ് ഇളക്കുമ്പോൾ ജയ്സ്വാൾ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു. ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇത്രയധികം ശ്രദ്ധയോടെ കളിച്ച ഒരു താരത്തിന് സെഞ്ചുറിക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു അന്ത്യം സംഭവിക്കുന്നത് തീർത്തും വേദനാജനകമാണ്. ഗ്രീസ് വിടുമ്പോൾ ജയ്സ്വാൾ ഗില്ലിനോട് തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചത് വ്യക്തമായിരുന്നു. സിംഗിളിനുള്ള തന്റെ കോൾ എന്തിന് നിരസിച്ചു എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ കണ്ണുകളിലും വാക്കുകളിലും ഉണ്ടായിരുന്നു. ഈ സംഭവം ഒരു സാധാരണ റണ്ണൌട്ടായി തള്ളിക്കളയാൻ ആരാധകർ തയ്യാറല്ല. കാരണം നോൺ സ്ട്രൈക്കർ എൻഡിലുള്ളിൽ നിന്നുള്ള പ്രതികരണമാണ് പലപ്പോഴും റണ്ണൌട്ടുകൾ തീരുമാനിക്കുന്നത്. ക്രിക്കറ്റിലെ ഒരു അടിസ്ഥാന നിയമം ബാറ്റ്സ്മാന്റെ കോളിനെ വിശ്വസിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും ഒരു റിസ്കി സിംഗിളിനുള്ള കോൾ വരുമ്പോൾ കഴിയുന്നത്ര വേഗത്തിൽ പ്രതികരിക്കുക എന്നത് നോൺ സ്ട്രൈക്കറുടെ ഉത്തരവാദിത്തമാണ്. ഈ സാഹചര്യത്തിൽ ഉയർന്ന സ്കോറിൽ നിൽക്കുന്ന കളിയുടെ താളം മനസ്സിലാക്കി ഓടാൻ തീരുമാനമെടുത്ത ജയ്സ്വാളിന്റെ കോളിനോട് ഗിൽ വേണ്ടത്ര പ്രതികരണം കാണിച്ചില്ല എന്നതാണ് വിമർശകരുടെ പ്രധാന വാദം. ഗിൽ സിംഗിളിനോട് താല്പര്യം കാണിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവിനെയോ അല്ലെങ്കിൽ സിംഗിളിന്റെ റിസ്ക് അദ്ദേഹം വിലയിരുത്തുന്നതിലെ പിഴവിനെയോ ആകാം സൂചിപ്പിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് ഇതിലും ആഴത്തിലുള്ള തലങ്ങൾ ഉണ്ടായിരുന്നു. ജയ്സ്വാളിന്റെ റണ്ണൌട്ടിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഗില്ലിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ആരാധകർ ഈ റണ്ണൌട്ടിനെ നിർഭാഗ്യം എന്നതിലുപരി മനഃപൂർവ്വമായ നിസ്സഹരണം എന്ന നിലയിലാണ് കണ്ടത്. ജയ്സ്വാൾ ഒരു ഡബിൾ സെഞ്ചുറി നേടുന്നത് തടയാനായി ഗിൽ മനഃപൂർവ്വം ഓടാതിരുന്നതാണെന്ന് ഒരു വിഭാഗം ആരാധകർ ആരോപിച്ചു. യുവതാരങ്ങൾക്കിടയിലെ മത്സരബുദ്ധി അസൂയയായി മാറിയതിന്റെ ഫലമാണിതെന്നും ഗില്ലൊരു അരക്ഷിതത്വമുള്ള ക്രിക്കറ്ററാണെന്നും അവർ വാദിച്ചു. നേരത്തെ T20 മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇതേ രീതിയിൽ റണ്ണൌട്ടാക്കിയ ചരിത്രം ഗില്ലിനുണ്ടെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. ഈ സംഭവങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഗില്ലിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിസ്സഹരണങ്ങൾ ആവർത്തിക്കുന്നുവെന്നും ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണെന്നും അവർ വിശ്വസിച്ചു. സ്വന്തം നേട്ടങ്ങൾക്കും റെക്കോർഡുകൾക്കും മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു സ്വാർത്ഥനായ ക്രിക്കറ്ററാണ് ഗില്ലെന്നും ടീമിന്റെ വിജയത്തിനോ സഹതാരങ്ങളുടെ നേട്ടങ്ങൾക്കോ അദ്ദേഹം മതിപ്പ് നൽകുന്നില്ല എന്നും കടുത്ത ഭാഷയിൽ വിമർശനങ്ങളും ഉയർന്നു. ജയ്സ്വാളിന്റെ കോളിനെ വിശ്വസിക്കാതെ പന്ത് ഫീൽഡറുടെ കൈവശം എത്തുന്നതുവരെ നിന്ന ഗില്ലിന്റെ സമീപനം ഒരു സഹതാരത്തിനുള്ള വിശ്വാസക്കുറവാണ് കാണിക്കുന്നതെന്നും ആരാധകർ നിരീക്ഷിച്ചു. ഒരു യുവതാരത്തിന്റെ കരിയറിലെ വലിയൊരു നാഴികക്കല്ലാണ് ഗില്ലിന്റെ ഈ മനോഭാവം കാരണം നഷ്ടപ്പെട്ടതെന്ന വികാരവും ശക്തമായിരുന്നു. ഈ വിഷയത്തെ കേവലം സ്വാർത്ഥത എന്ന ഒറ്റ വാക്കിൽ ഒതുക്കുന്നത് ശരിയല്ല. എങ്കിലും ഒരു മത്സരത്തിലെ സമ്മർദ്ദം, വ്യക്തിഗത നേട്ടങ്ങളോടുള്ള താരങ്ങളുടെ സമീപനം എന്നിവ ഈ സംഭവത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ക്രിക്കറ്റിൽ റണ്ണൌട്ടുകൾ ഒരു ബാറ്റ്സ്മാന്റെ ശ്രദ്ധക്കുറവ്, ഫീൽഡറുടെ മികവ് അല്ലെങ്കിൽ സഹതാരത്തിന്റെ പിഴവ് എന്നിവയുടെ ഫലമായി സംഭവിക്കാം. എന്നാൽ ഗില്ലി സിംഗിളിൽ താല്പര്യം കാണിക്കാതിരുന്നത് അദ്ദേഹം ആ നിമിഷം റിസ്ക് വളരെ വലുതാണെന്ന് വിലയിരുത്തിയത് കൊണ്ടാകാം. മിഡ് ഓഫിൽ ഫീൽഡർ പന്തിന്റെ അടുത്തായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ അപകടം തിരിച്ചറിഞ്ഞ് നോൺ സ്ട്രൈക്കർ നോ പറഞ്ഞ് കോൾ നിഷേധിക്കേണ്ടതാണ്. പക്ഷേ ഗിൽ ഒരു പ്രതികരണവും നൽകാതെ നിശ്ചലനായി നിന്നതാണ് റണ്ണൌട്ടിലേക്ക് നയിച്ചത്. ഈ നിശബ്ദതയാണ് അദ്ദേഹത്തിനെതിരെ ഏറ്റവും വലിയ ആയുധമായി മാറിയതും. യുവതാരങ്ങൾക്കിടയിലെ വ്യക്തിഗത റെക്കോർഡുകളോടുള്ള താല്പര്യവും ഇതിനെ സ്വാധീനിച്ചിരിക്കാം. ഇന്ത്യൻ ടീമിൽ അടുത്ത തലമുറയിലെ സൂപ്പർ താരങ്ങളായി കണക്കാക്കപ്പെടുന്നവരാണ് ജയ്സ്വാളും ഗില്ലും. ഇരുവരുടെയും പ്രകടനം ഓരോ മത്സരത്തിലും താരതമ്യം ചെയ്യപ്പെടുന്നുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് ഡബിൾ സെഞ്ചുറി നഷ്ടമാകുമ്പോൾ അതിന് കാരണക്കാരനായ സഹതാരത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നതും സ്വാഭാവികമാണ്. ജയ്സ്വാളിന്റെ റണ്ണൌട്ട് സ്വഭാവം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിനുള്ളിലും തീർച്ചയായും ചർച്ചാവിഷയമായി ഉണ്ടായിരിക്കാം.
ടീം ഗെയിമിൽ പ്രത്യേകിച്ച് ക്രിക്കറ്റിൽ ആശയവിനിമയം പരമപ്രധാനമാണ്. ഈ റണ്ണൌട്ട് ആശയവിനിമയത്തിലെ വലിയൊരു വീഴ്ചയാണ്. റിസ്കി കോൾ ആണെങ്കിൽ പോലും നോൺ സ്ട്രൈക്കർ ആയ ഗിൽ ഉടനടി നോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ജയ്സ്വാളിന് ഗ്രീസിൽ തിരികെ ഓടാൻ കൂടുതൽ സമയം ലഭിക്കുമായിരുന്നു. ഗ്രീസിലെ ഈ നിശബ്ദതയാണ് ജയ്സ്വാളിന്റെ പുറത്താക്കലിന് കാരണമായത്. ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ കരിയറിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറി നഷ്ടമാകുന്നത് വലിയ നിരാശ നൽകുന്ന കാര്യമാണ്. ഗില്ലിനെതിരായ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അവസാനമായി റണ്ണൌട്ട് സ്വഭാവം ക്രിക്കറ്റ് ലോകത്തിന് നൽകുന്ന പാഠം കേവലം ബാറ്റിംഗ് മികവ് മാത്രമല്ല, സഹതാരങ്ങളോടുള്ള വിശ്വസ്തതയും ടീം സ്പിരിറ്റും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൃത്യമായ ആശയവിനിമയമാണ് ഒരു താരത്തിന്റെ യഥാർത്ഥ മൂല്യം നിർണ്ണയിക്കുന്നതെന്നതാണ്. ഗിൽ നേരിടുന്ന ഈ വിമർശനം തന്റെ കരിയറിലെ സമീപനം തിരുത്താനുള്ള ഒരു അവസരമായി അദ്ദേഹം കാണേണ്ടിയിരിക്കുന്നു.